നമസ്കാരം. അഹമ്മദാബാദ് വിമാന ദുരന്തമുണ്ടായപ്പോൾ മുതൽ ശാസ്ത്രീയമായ വശങ്ങൾ പറഞ്ഞുകൊണ്ട് ശ്രദ്ധേയനായ വ്യക്തിയാണ് വ്യോമയാന വിദഗ്ധൻ കൂടിയായ ജേക്കബ് കെ ഫിലിപ്പ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച അഭിപ്രായങ്ങൾക്ക് വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു. ശാസ്ത്രീയമായ മാർഗത്തിലൂടെയായിരുന്നു ജേക്കബ് തന്റെ നിഗമനങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ അഹമ്മദാബാദ് വിമാന ദുരന്തത്തെക്കുറിച്ച് പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വരുമ്പോൾ ഇക്കാര്യത്തിലും വിശകലനം നടത്തുകയാണ് ജേക്കബ് കെ ഫിലിപ്പ്. ദുരന്തം സംബന്ധിച്ച പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ വിമാനത്തിന്റെ 2 ഫ്യൂവൽ സ്വിച്ചുകളും ഓഫായിരുന്നുവെന്നാണ് കണ്ടെത്തിയത്. ഇതേക്കുറിച്ചാണ് ജേക്കബ് കെ ഫിലിപ്പ് പ്രതികരിക്കുന്നത്. ജേക്കബ് കെ ഫിലിപ്പിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്: പറന്നുയർന്ന 3-ാം സെക്കൻഡിൽ വിമാനത്തിന്റെ 2 എഞ്ചിനിലേക്കും ഇന്ധനം നൽകുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്തതാണ് അഹമ്മദാബാദ് എയർ ഇന്ത്യ വിമാനാപകടത്തിന്റെ പ്രത്യക്ഷമായ കാരണമെന്ന് വ്യക്തമാക്കുന്നതാണ് ഇന്നലെ രാത്രി വൈകി അപകടാന്വേഷണ സമിതി പുറത്തിറക്കിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട്. അതേവരെ യാതൊരു അപകട സൂചനയുമില്ലാതെ പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകൾ എന്തുകൊണ്ട് ഓഫ് ചെയ്തു എന്നതാണ് വിശദമായ അന്വേഷണത്തിലൂടെ ഇനി അറിയാനുള്ള കാര്യം. പറന്നുയർന്ന വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ ഓഫ് ചെയ്യും വരെയും അതിനുശേഷം വിമാനം വീണ് തകരുവോളവും നടന്ന കാര്യങ്ങളുടെ സമയക്രമം റിപ്പോർട്ടിൽ ഇങ്ങനെയാണ്: ഉച്ചയ്ക്ക് 1:07:37 റൺവേയിലേക്ക് നീങ്ങി തുടങ്ങിയ വിമാനം റൺവേയുടെ അറ്റത്തെത്തി മുന്നിലേക്ക് ഓടി ടേക്ക് ഓഫിന് തൊട്ട് മുമ്പുള്ള വേഗമായ 153 നോട്ട്സിൽ എത്തുന്നു. 1:08:33 2 സെക്കൻഡിന് ശേഷം വിമാനം നിലം വിട്ടുയരാൻ ആവശ്യമായ വേഗമായ 155 നോട്ട്സിലെത്തി. പിന്നെയും 4 സെക്കൻഡ് കഴിഞ്ഞ് 1:08:39 നിലം വിട്ടുയർന്നു. വീണ്ടും മുകളിലേക്ക് പറന്നു കയറാൻ ആവശ്യമായ ആരോഗ്യകരമായ വേഗം 162 നോട്ട്സും കവിഞ്ഞ് 180 നോട്ട്സിൽ എത്തിയപ്പോഴേക്കും സമയം 1:08:42. ഉടൻ തന്നെ വിമാനത്തിന്റെ എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന പ്രവാഹം നിയന്ത്രിക്കുന്ന സ്വിച്ചുകൾ രണ്ടും 1 സെക്കൻഡ് വ്യത്യാസത്തിന് ഓഫ് ചെയ്യപ്പെട്ടു. റൺ എന്ന നിലയിൽ നിന്ന് കട്ട് ഓഫ് എന്ന നിലയിലേക്ക് മാറ്റി. ഇടതുവശത്തെ എഞ്ചിൻ 1 സ്വിച്ച് ആദ്യവും വലത്തെ എഞ്ചിൻ 2 സ്വിച്ച് രണ്ടാമതും. വിമാനം ടേക്ക് ഓഫ് ചെയ്ത് 3 സെക്കൻഡ് ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ഉയരം റിപ്പോർട്ടിൽ പറയുന്നില്ലെങ്കിലും 500 അടിയിൽ താഴെയാണെന്ന് കരുതാം. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന് ഒരു പൈലറ്റ് മറ്റേ പൈലറ്റിനോട് ചോദിക്കുന്നു. ഇതേ തുടർന്ന് കോക്പിറ്റ് വോയിസ് റെക്കോർഡിൽ കേൾക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ചോദിച്ച സമയം പക്ഷേ പറയുന്നില്ല. ഇന്ധനം നിലച്ചതോടെ എഞ്ചിനുകൾ സ്വയം ഓഫാകാനുള്ള തയ്യാറെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. അപ്പോഴേക്കും കറക്കത്തിന്റെ വേഗം കുറഞ്ഞു. പുറത്തേക്ക് വരുന്ന വായുവിന്റെ ചൂടും കുറഞ്ഞു തുടങ്ങി. വിമാനത്തിന്റെ വേഗം കുറഞ്ഞതിനാൽ മുകളിലേക്കുള്ള തള്ളലും കുറയാൻ ആരംഭിച്ചു. എന്തായാലും ഓഫാക്കി 10 സെക്കൻഡ് കഴിയുമ്പോഴേക്കും 1-ാം എഞ്ചിന്റെ ഇന്ധന സ്വിച്ച് വീണ്ടും ഓണാക്കി. വീണ്ടും ഒരു 4 സെക്കൻഡിന് ശേഷം 2-ാം എഞ്ചിനിലേക്കുള്ള ഇന്ധന പ്രവാഹവും പുനഃസ്ഥാപിച്ചു. ഓഫാക്കി 13 സെക്കൻഡിന് ശേഷം ആദ്യം ഓണാക്കിയ ഇടത്തെ എഞ്ചിൻ പ്രവർത്തന സജ്ജമാകുന്നതിനുള്ള നടപടികളിലേക്ക് സ്വയം നീങ്ങി തുടങ്ങിയെങ്കിലും 2-ാം എഞ്ചിൻ ശരിയാകാൻ പിന്നെയും ഏറെ സമയമെടുക്കുമെന്ന് വ്യക്തമായിരുന്നു. അപ്പോഴേക്കും എഞ്ചിനുകൾ നിലച്ചാൽ അതിനെ വീണ്ടും കറക്കി പ്രവർത്തന പാതയിൽ എത്തിക്കേണ്ട ഓക്സിലറി പവർ യൂണിറ്റ് ഇതിനിടെ 1:08:54 സ്വയം സജ്ജമായിരുന്നു. ആദ്യ എഞ്ചിൻ നിലച്ച് 2 സെക്കൻഡിന് ശേഷം. എന്തായാലും ആപത്തടുത്തു എന്ന പൂർണ്ണ ബോധ്യം വന്ന കോക്പിറ്റിൽ നിന്ന് 1:09:05 മെയ്ഡേ സന്ദേശം പുറത്തെത്തി. ഇടത്തെ എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്ത് 13 സെക്കൻഡും വലത്തേത് റീസ്റ്റാർട്ട് ചെയ്ത് 9 സെക്കൻഡും കഴിയുമ്പോൾ ആപത്തിൽപ്പെട്ടു എന്ന് പൂർണ്ണ ബോധ്യമായി എന്ന് പറഞ്ഞതിന് കാരണമുണ്ട്. ബോയിങ് 787 വിമാനങ്ങളുടെ ക്വിക്ക് റെഫറൻസ് ഹാൻഡ് ബുക്കിലെ അടിയന്തര സാഹചര്യ നടപടിക്രമങ്ങളിൽ പറയുന്ന റീസ്റ്റാർട്ട് ചെയ്ത എഞ്ചിൻ വീണ്ടും പ്രവർത്തന സജ്ജമാകാൻ 2.5 മിനിറ്റോളം എടുക്കും എന്ന കാര്യം എത്രയോ പ്രാവശ്യം വായിച്ച് മനഃപ്പാടമാക്കിയവരാകും 2 പൈലറ്റുമാരും. മെയ്ഡേ സന്ദേശത്തിന് മറുപടിയായി വിമാനം ഏതാണ്, കാൾസെൻ ഏതാണ് എന്ന് ATCയിൽ നിന്ന് ചോദിച്ചെങ്കിലും മറുപടി ഏതും ഉണ്ടായില്ല. സെക്കൻഡുകൾക്കകം വിമാനം തകർന്നു വീണു. ഇന്ധന സ്വിച്ചുകൾ 1 സെക്കൻഡ് ഇടവേളയിൽ ഓഫ് ചെയ്യേണ്ട ഒരു സാഹചര്യവും ലഭ്യമായ വിവരങ്ങൾ പ്രകാരം ഉണ്ടായിരുന്നില്ല എന്ന കാര്യമാണ് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടുന്നത് ദുഷ്കരമാക്കുക. പറക്കലിനിടെ 2 എഞ്ചിനുകളും ഓഫ് ചെയ്യണമെങ്കിൽ 2 എഞ്ചിനുകളും തകരാറില്ല എന്ന് പൂർണ്ണ ബോധ്യം വരണം. തീപിടുത്തം ഉണ്ടാവുക, പക്ഷി ഇടിക്കുക, ഇന്ധനത്തിന് കുഴപ്പമുണ്ടാവുക എന്നിങ്ങനെയുള്ള ഒന്നും ഇവിടെ സംഭവിച്ചിട്ടില്ലെന്നതിന്റെ ആദ്യ തെളിവ്. എന്തിനാണ് ഓഫ് ചെയ്തതെന്ന ഒരു പൈലറ്റിന്റെ ചോദ്യമാണ്. കോക്പിറ്റിലെ മറ്റേയാൾ പോലും അറിയാതെ നടന്ന ഓഫ് ചെയ്യൽ ചോദിക്കുമ്പോൾ ഞാനല്ലെന്ന മറുപടി. മനഃപൂർവ്വം ചെയ്തു എന്ന നിഗമനത്തിലെത്തുന്നതാണ് ഏറ്റവും എളുപ്പം. ആത്മഹത്യയും കൂട്ടക്കൊലപാതകവും. എന്നാൽ അതിനുമപ്പുറം എന്തെങ്കിലും ഉണ്ടാകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുകയാവും ഇനി നടക്കാനിരിക്കുന്ന വിശദമായ അന്വേഷണം. ഈ റിപ്പോർട്ടിലെ തന്നെ വിവരങ്ങൾ തമ്മിലുള്ള പൊരുത്തക്കേടുകളെപ്പറ്റി റാം എയർ ടർബൈൻ എന്ന റാറ്റ് ടേക്ക് ഓഫിന് തൊട്ട് പിന്നാലെ പുറത്തെത്തിയിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ടെങ്കിലും എപ്പോഴെന്ന് പറയുന്നില്ല. റാറ്റ് പുറത്തെത്തുന്നത് 2 സാഹചര്യത്തിലാണ്. ഒന്ന്, എഞ്ചിനുകൾ രണ്ടും പ്രവർത്തിക്കാതായാൽ പൈലറ്റിന് ഇത് ഓൺ ചെയ്യാം. APU, ബാറ്ററി തുടങ്ങിയവ ഉണ്ടെങ്കിൽ പോലും. ടേക്ക് ഓഫിന് ശേഷം 4-ാം സെക്കൻഡിൽ എഞ്ചിൻ ഓഫ് ചെയ്ത പൈലറ്റ് റാറ്റ് എന്ന സുരക്ഷാ സംകേതവും ഒപ്പം ഓൺ ചെയ്തു എന്നാണ് ഇവിടെ അർത്ഥം. വിമാനം അപകടത്തിൽപ്പെടുത്താൻ പോകുന്നയാൾ ഇങ്ങനെ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി റാറ്റ് തനിയെ പുറത്തെത്തിയതാണെങ്കിലോ അതാണ് 2-ാം സാഹചര്യം. വിമാനത്തിലെ സകലമാന വൈദ്യുതി സംവിധാനങ്ങളും എഞ്ചിനൊപ്പം നിലച്ചു കഴിഞ്ഞാൽ റാറ്റ് തനിയെ പുറത്തെത്തുക തന്നെ ചെയ്യും. പൈലറ്റ് ഒന്നും ചെയ്യേണ്ടതില്ല. പക്ഷേ ഇവിടെ ഈ അന്വേഷണ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. 1:08:54 അതായത് 1-ാം എഞ്ചിന്റെ ഇന്ധനം സ്വിച്ച് ഓൺ ചെയ്ത് 2 സെക്കൻഡ് കഴിയുമ്പോൾ ഓക്സിലറി പവർ യൂണിറ്റ് എന്ന APU പ്രവർത്തനക്ഷമമായി. APU പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ റാറ്റ് സ്വയം പുറത്തിറങ്ങുകയില്ല. ഈ വൈരുദ്ധ്യത്തിനുള്ള മറുപടിയിലായിരിക്കാം ഒരുപക്ഷെ അന്വേഷണത്തിന്റെ വഴി തിരിയുക. മറ്റ് 3 കാര്യം കൂടി. 2-ാം എഞ്ചിൻ റീസ്റ്റാർട്ട് ചെയ്യാൻ 4 സെക്കൻഡ് കൂടി എടുത്തു എന്ന കാര്യം കൂടുതൽ ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഉയർത്തുന്ന ലിവറും ഇന്ധന സ്വിച്ചും മാറിപ്പോയതാണ് എന്ന വാദം നിലനിൽക്കില്ല. രണ്ടും 2 സ്ഥലത്താണെന്നത് മാത്രമല്ല യാതൊരു സാമ്യവുമില്ലതാനും. വിമാനത്തിന്റെ ഇന്ധന സ്വിച്ചുകൾ ഓഫ് ചെയ്ത നിലയിലാണ് കണ്ടെത്തിയത് എന്ന വാൾ സ്ട്രീറ്റ് ജേണൽ വാർത്തയെ അടിസ്ഥാനമാക്കി വന്ന എല്ലാ വിലയിരുത്തലുകളും ഇനി തിരുത്തേണ്ടി വരും, ഭാഗികമായെങ്കിലും എന്നും അദ്ദേഹം പറയുന്നു.